തന്റെ കാല് കൊണ്ട് അയാള് ഉഹദിന്റെ മണ്ണിൽ ചവിട്ടും. ദേഷ്യം കൊണ്ട് മദീനയെ കണ്ട് കടക്കാൻ കഴിയില്ല. മുഹമ്മദിന്റെ കൊട്ടാരമാണ് ആ കാണുന്നത്, അങ്ങോട്ട് എനിക്ക് പോണെന്ന് പറയും, എത്തൂല. മലക്കുകൾ അവനെ തടയുമെന്ന് ഖാല റസൂലുള്ളാഹി. മദീനക്കാരനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. തന്റെ കുടുംബാണ് മദീനക്കാരനാണ്. അദ്ദേഹം മക്കയിൽ വന്ന് കൂടുമ്പോൾ ഈ കാര്യം അറിഞ്ഞ മക്കക്കാർ അദ്ദേഹത്തിന്റെ അരികിൽ വരും. എന്നിട്ടോ ഫയുഖ്രിജൂനഹു, അവർ അദ്ദേഹത്തെ വെളിക്ക് കൊണ്ടുവരുകയും വഹുവ കാരിഹുൻ, നിർബന്ധാവസ്ഥയിൽ ഫയുബായിഉനഹു, അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ല? ഞാൻ നേതാവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരികയല്ല. മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ കുറിച്ച് ധാരണ അന്ന് സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ആലിം മറ്റൊക്കെ ആയിരിക്കാം. ഇത് ഒരാളെ പറ്റി ഒരു ഖ്യാതി ഉണ്ടാവുമ്പോഴല്ലേ അയാളെ കുറിച്ച് അതിനൊക്കെ ചാൻസ് ഉള്ളൂ. അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ മനാമ ബിശാറത്തുകളാകാം, അങ്ങനെയൊക്കെ ആവാം. അള്ളാന്റെ ഔലിയാക്കന്മാരായിരിക്കും. ഇമാം മഹ്ദിയെ കൊണ്ട് ആദ്യമായി ബൈഅത്ത് ചെയ്യുന്നത് അബ്ദാലുശ്ശാമി വ അഹ്ലു മക്ക. ഫലസ്തീനിലെയും ഇറാഖിലെയും ഫലസ്തീനിലെയും ലബനാനിലെയും സിറിയയിലെയുമുള്ള അള്ളാന്റെ ഔലിയാക്കന്മാര്, അക്കാലത്ത് ജീവിക്കുന്ന ചുരുക്കം ചില അള്ളാന്റെ ഔലിയാക്കന്മാരായിരിക്കും ആദ്യമായി അദ്ദേഹത്തെ കൊണ്ട് ബൈഅത്ത് ചെയ്യലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തൊബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എൻ്റെ വകയല്ല കേട്ടോ, എൻ്റെ വകയല്ല. ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. നിർബന്ധാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നിർബന്ധാവസ്ഥയിൽ അദ്ദേഹത്തെ രംഗത്ത് കൊണ്ടുവരും, അദ്ദേഹത്തെ കൊണ്ട് ബൈഅത്ത് ചെയ്യും. ബൈനർ റുക്നി വൽ മഖാമി, ഹജറുൽ അസ്വദ് വെച്ച മൂലയുടെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിലായിരിക്കും ബൈഅത്ത് നടക്കുക. അവിടെ ബൈഅത്ത് നടക്കുക എന്ന് ഫയബ്അസൂന ഇലൈഹി ജൈശൻ മിൻ അഹ്ലി ശാമി, ഒരു വിഭാഗം ഷാമിലെ ഒരു വിഭാഗം ആക്രമികളായ ആളുകൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരും. എന്നാൽ ഫയുഖ്സഫു ബിൽ ബൈദാ, ബൈദാ എന്ന പ്രദേശത്ത് വെച്ച് അവരെ ഭൂമിയിലാഴ്ത്തപ്പെടും. അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്താൻ കഴിയില്ല. അദ്ദേഹം അത്രയും വലിയ സമുന്നതനായ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനാവുന്നു. അദ്ദേഹത്തിന് എതിരെ പുറപ്പെട്ടവരൊക്കെ ഭൂമിയിലാഴ്ത്തപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അതാഹു അബ്ദാലു ശാമി, ഷാമിലെ അള്ളാന്റെ ഔലിയാക്കന്മാർ വരികയും ഇറാഖിലെ അക്കാലത്തെ ദീനിയായ നേതാക്കൾ വരികയും എന്നിട്ട് അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യുകയും ചെയ്യും എന്ന് അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യും എന്ന് അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തുബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ചൊല്ലിക്കൊള്ളൂ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അത്ഖനി മിനൻ നാർ. വേറെ ഒരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. ഒരു ഹദീസ് കേട്ടോളൂ, ഒക്കെ പഠിച്ചോളൂ. ഇതൊന്നും എൻ്റെ വകയല്ല, എല്ലാം ഞാൻ അതിൽ കയറ്റുന്നത് വല്ല പഠിക്കാൻ തയ്യാറുള്ള ആളുകൾക്കും ഈ കാസറ്റ് റെഫറൻസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഹദീസ് 2 ഹദീസ് നിങ്ങളോട് പറഞ്ഞാൽ മതി. ഞാൻ 4 ഹദീസ് തിരിയിൽ തള്ളിക്കയറ്റുന്നത് പഠിക്കണവരവിടെ കൊണ്ട് പഠിച്ചു നോക്കോട്ടെ. അള്ളാഹു തആല ഈ വിഷയത്തിൽ പഠനം നടക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യാം. പഠനം നിർത്താൻ പാടില്ല. പഠനം നിലച്ചു പോയാൽ പിന്നെ ഉമ്മത്തിന് എന്താ അർത്ഥമുള്ളത്? എല്ലാവരും പഠിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ച് പണ്ഡിത വിദ്യാർത്ഥികളൊക്കെ ഈ കാസറ്റ് ഒരു നിമിത്തമാകട്ടെ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ ഇത്രയും വിഷയം സ്വഹീഹ് മുസ്ലിമിന്റെ വേറെ ഒരു ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് നാമ റസൂലുള്ളാഹി അബസ റസൂലുള്ളാഹി ഫീ മനാമിഹി, ഒരിക്കൽ റസൂലുള്ളാഹ് ഉറങ്ങിക്കിടക്കവേ ഒന്ന് പേടിച്ച് വിറച്ചതുപോലെയായി, ഒന്ന് പേടിച്ചു. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വനഅത ശൈഅൻ ഫീ മനാമിക, എൻ്റെ ഉറക്കിനിടയിൽ അങ്ങേക്ക് ഒരു പേടിയോ എന്തോ ഉള്ളതുപോലെ തോന്നിയല്ലോ, കണ്ടത്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു, അൽ അജബു അൽ അജബു, അത്ഭുതം കേൾക്കണോ, അത്ഭുതം കേൾക്കണോ. സ്വഹീഹ് മുസ്ലിം. മനസ്സിലാക്കണില്ലേ പറഞ്ഞത്? എൻ്റെ അത്ഭുതം. ഇന്ന നാസം മിൻ ഉമ്മത്തി യഉമ്മൂനൽ ബൈത ലിറജുലിൻ, മക്കയിലേക്ക് വന്ന മിൻ ഖുറൈശിൻ ലജഅ ബിൽ ബൈതി, കഅബാലയത്തിൽ വന്ന് അഭയം തേടുകയും അവിടെ വെച്ച് ആളുകളെ ബൈഅത്ത് സ്വീകരിക്കുകയും ചെയ്ത ഒരാൾക്കെതിരെ ഒരിക്കൽ
ഷാമികളായ ഫലസ്തീനികളും ഇറാഖികളുമായ ചില ഭൗതിക നേതാക്കന്മാർ സംഘം കെട്ടി രംഗത്ത് വരും. എന്നിട്ട് ഫഖുൽനാ യാ റസൂലല്ലാഹ് ഹത്താ ഇദാ കാനൂ ബിൽ ബൈദാഇ ഖുസിഫ ബിഹിം. നോക്കൂ, വളരെ ശ്രദ്ധിക്കണം. രണ്ട് കാര്യം ഞാൻ പറഞ്ഞത്. ഒന്ന്, അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യും. രണ്ട്, അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യാതെ എതിർക്കുന്ന ജനതകളെ ഭൂമിയിൽ ആഴ്ത്തപ്പെടും, പടകളെ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. അപ്പോൾ ബൈദ എന്ന സ്ഥലത്തെത്തുമ്പോൾ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. എവിടുന്നോ ഒരാക്കട പറയല്ല, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ഫഖുൽനാ, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ത്വരീഖ ഖദ് യജ്മഉൻ നാസു ഫീഹി. വഴിയിൽ പല മനുഷ്യന്മാരുണ്ടാവുമല്ലോ, പലരുണ്ടാവുമല്ലോ നബിയേ. പലരുണ്ടാവുമല്ലോ. ഒരു വഴിയിലുള്ളവരെ മുഴുവനും ഭൂമിയിൽ ആഴ്ത്തപ്പെടുകയാണെങ്കിലോ? റസൂൽ പറഞ്ഞു, ആ പട വരുന്ന വഴിയിലുള്ളവരെ ആഴ്ത്തപ്പെടും. ആ കൂട്ടത്തിൽ പലരുണ്ടാവാം, പടയിലുള്ളവരുണ്ടാവാം, പടയില്ലാത്തവരുണ്ടാവാം, എല്ലാവരും ഭൂമിയിൽ ആഴ്ത്തപ്പെടും എന്ന്. പിന്നെ അവരെ നീയത്തനുസരിച്ച് അള്ളാഹു പുനരുദ്ധാന നാളിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. എല്ലാവർക്കും ഒരു പാഠമാക്കും. അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരാൻ ആർക്കും സാധ്യമല്ല. അതായിരിക്കും ബൈഅത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സംഭവം. സ്വഹീഹ് മുസ്ലിമിൽ ഇനി വേറൊരു ഹദീസ് കൂടിയാണ് പറയാ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്അസു ഇലൈഹിം ജയ്ഷുൻ. ആദ്യമായി അദ്ദേഹത്തിനെതിരെ ഒരു പട രംഗത്ത് വരുമ്പോൾ അവരെ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. ഫലാ യബ്ഖാ മിൻഹും ഇല്ല ശാരിദൂ. തെറിച്ചു പോയ ആളുകളല്ലാതെ അതിന് രക്ഷപ്പെടുകയില്ല. വയുഖ്ബിറു അൻഹും. ഈ ഭൂമിയിൽ ആഴ്ത്തപ്പെടുന്ന കൂട്ടത്തിൽ തെറിച്ചു പോയ ആളുകളായിരിക്കും ഇങ്ങനെ സംഭവം ഉണ്ടായത് പുറത്തു പറയുക. അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സ്വഹീഹായ ഹദീസാണ്, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അല്ലാഹു മക്നാഫിയായ ഇൽമിനെ തെരുമാറാകട്ടെ. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ ബൈഅത്തിന്റെ ആദ്യത്തെ പ്രസംഗം പറയാം. അത് നുഐം ബിൻ ഹമ്മാദ് തൻ്റെ കിതാബുൽ ഫിതനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. فإني أدعوكم إلى الله ورسوله والعمل بكتابه وإماتة الباطل وإحياء سنته. വിശദമായ ചർച്ചയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് അതിപ്രധാനമായ പ്രസംഗം നടത്തും മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അതോടുകൂടെ മുസ്ലിം ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കും. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്നങ്ങോട്ട് ചൊല്ലിക്കോളൂ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്ലു നുസ്റതിഹി വബൈഅതിഹി മിൻ അഹ്ലിൽ യമൻ. അദ്ദേഹത്തിനെ സഹായിക്കുന്നവർ കൂടുതലും ഫലസ്തീനികളും അതേപോലെ ലബനാനികളും മിസ്രികളും യമനികളുമായിരിക്കുന്നതാണ്. യുത്ഫിഉല്ലാഹു ബിഹിൽ ഫിത്നത്തിൽ അമിയാ. എല്ലാ അന്ധമായ ഫിത്നകളെയും അവർ തച്ച് കെടുത്തും. തച്ച് കെടുത്തും. വതുഅമ്മിനുൽ അർള. ശ്രദ്ധിക്കണം, ഭൂമിയിൽ അവർ നിർഭയത്വം സ്ഥാപിക്കും. അങ്ങനെയാ അദ്ദേഹം നീതി നടപ്പിലാകുന്ന കാരണത്താൽ ആകാശത്തിലും ഭൂമിയിൽ നിന്ന് ധാരാളം ബറക്കത്തുകൾ മനുഷ്യർ അനുഭവിക്കുന്നവരാണ്. മാത്രമല്ല, അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരോട് വളരെ കണിശമായി പെരുമാറുന്നവനും അദ്ദേഹം ധർമ്മം കൊടുക്കുന്നവരും പാവപ്പെട്ടവരോട് വളരെ സ്നേഹമുള്ളവനായുമായിരിക്കും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. മാത്രമല്ല, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാൻ عن أبي سعيد قال يخرج في آخر الزمان خليفة صحيح مسلم يعطي المال عاصيا يحثي المال حثيا لا يعده عدا. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കണ്ണൂർക്ക് മുഴുവനും ഉറങ്ങാണല്ലോ നിങ്ങൾ. അത് പറഞ്ഞാൽ നിങ്ങൾ എണീക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞാൽ എണീക്കുമെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൊടുക്കും എല്ലാവരും. പണം നടക്കുന്നിടത്ത് മുഴുവനും വിതറും എല്ലാവർക്കും. സ്വഹീഹ് മുസ്ലിം. എണ്ണാനൊന്നും നേരം ഉണ്ടാവില്ല. വരുന്നവർക്ക് മുഴുവൻ എല്ലാവരും കൊടുക്കും. അങ്ങനെയാണ്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് ആ കാലത്ത് ജീവിച്ചാൽ മതിയായിരുന്നു? കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ വേറൊരാളും കൂടി വരുന്നുണ്ട്, ദജ്ജാൽ.